ഓക്കെ, നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും ഞാൻ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും പണ്ട് കാലം മുതൽക്കേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശരിയായ ഒരു അറിവില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ഉള്ള ഒരു വിഷയമാണ് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. സാധാരണക്കാരും അല്ലെ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ശരിക്കും മനസ്സിലാവാതെ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്ത് അവസാനം അവനവന്റെ നെഞ്ചത്തേക്ക് തന്നെ തിരിച്ചടിയാവുന്ന ഒരു വിഷയമാണ് ഈ കുട്ടികളെ എങ്ങനെ വളർത്തുക എന്നുള്ളത്. കുട്ടികളെ തല്ലിയാണ് വളർത്തേണ്ടത് എന്നാണ് ഇപ്പോഴുള്ള പല സാഹചര്യങ്ങളിലൂടെയും ഒരു ഒരു റിട്ടയർഡ് അധ്യാപികയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഇത് ഒന്ന് പഠന വിധേയമാക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള അറിവ്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞു തരാം. കുട്ടികളെ നമ്മൾ തല്ലിയിട്ടാണോ, ചെറുപ്പം മുതൽക്കേ ദേഷ്യം പിടിച്ചും തല്ലിയുമാണോ നമ്മൾ വളർത്തേണ്ടത്, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയാണോ? കുട്ടികളാവുമ്പം അവരുടെ പ്രായത്തിന്റെ പക്വത മൂലം നമ്മളെ പോലുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ നമ്മൾ ഗർഭിണിയാക്കി ഇരിക്കുമ്പോൾ ടെൻഷനിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെയാണ് അവരെ ഗർഭം ധരിച്ചതും പ്രസവിച്ച പാല് കൊടുക്കുന്നതൊക്കെ സമയത്ത് നമ്മൾ പ്രശ്നങ്ങളിലൂടെയാണ് പോയതെങ്കിൽ അതൊക്കെ ഇവർക്കും ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ വികൃതിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ തല്ലി ശരിയാക്കുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി ഞാൻ തുടങ്ങാം. എന്താണോ ഈ വിഷയം, ഞാനിപ്പോ വർഷങ്ങളോളമായി ഈ വിഷയം പഠിക്കുന്നുണ്ട്. 25 വർഷമായി ഞാൻ ടീച്ചിങ് ഫീൽഡിലുണ്ട്. വലിയ അറിയപ്പെട്ട സ്ഥാപനങ്ങളിലല്ലെങ്കിലും ചെറിയ രൂപത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽക്കേ ഞാൻ ആദ്യമേ ശ്രദ്ധിച്ച ഒരു വിഷയമാണ്. പണ്ടേ ഞാൻ ഈ വിഷയം പഠിക്കുന്നുണ്ട്. ഇത് ഏത് രൂപത്തിൽ, ഇതിലെ ശരിയായ വശം എന്താണ്, തല്ലിയിട്ടാണോ അല്ലെ സ്നേഹത്തോടെയാണോ? കുട്ടികൾ തെറ്റ് വരുമ്പോ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണോ നമ്മൾ അവരെ വളർത്തേണ്ടത്? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഞാൻ പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാറ്റിനും ഇവരെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അടിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ച് ഇങ്ങനെയാണോ നമ്മൾ ചെറുപ്പം മുതൽക്കേ കുട്ടികളെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്റെ അഭിപ്രായത്തിൽ മക്കളെ തല്ലിയത് കൊണ്ട് ഒരു കാര്യമില്ല. മക്കൾക്ക് ആ ഒരു പക ഉള്ളിലുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ അടുത്തിരുത്തി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാല് എനിക്ക് പുതിയ കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അങ്ങനെയുള്ള പാരന്റിങ് ആണ് നല്ലത് എന്നാണ് നിനക്ക് മനസ്സിലായത് ആ അല്ലേ? എനിക്ക് കിട്ടിയ അറിവിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ മനസ്സിലായത്. പക്ഷെ നമ്മളെ മക്കളെ നമ്മൾ തല്ലിട്ട് തന്നെയാണ് വളർത്തിക്കണത്. അന്ന് അറിവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ തല്ലിയിട്ട് തന്നെയാണ് മക്കളെ വളർത്തിയിട്ടുള്ളത്. അത് ശരി. അതില് കുറ്റബോധം ഉണ്ട് ഇപ്പോ? അതില് കുറ്റബോധവും ഫോർഗീവ്നെസ്സും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ ഒരു അറിവിലേക്ക് പ്രവേശിച്ചപ്പോ അപ്പൊ ഇനി എന്ത് ചെയ്യാം? നമ്മളെ മക്കൾ ഇപ്പൊ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരമക്കൾ ഉണ്ടാവും. ആ മക്കളോട് നമുക്ക് എങ്ങനെ നിൽക്കാം, ആ മക്കളുടെ ഭാവി നല്ലൊരു അവസ്ഥയിലേക്ക് ആക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിച്ചു. അതിലൂടെ ഒരു തലമുറയാണ്. ഒരു കുട്ടിയോട് നമ്മൾ മോശമായി പെരുമാറുമ്പോൾ ആ കുട്ടിന്റെ തലമുറനെയാണ് നമ്മൾ കേടുവരുത്തുന്നത്. ഇതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ പെരുമാറിപ്പോകുന്നത്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ അതുപോലെ അഭിപ്രായം? തുറന്നു പറയട്ടോ. കാരണം അപ്പോഴേ നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെയും ചിന്താഗതി വ്യത്യസ്തമായിരിക്കും, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്നാൽ ഞാന് 25 വർഷമായി ടീച്ചിങ് ഫീൽഡിലുണ്ട്. ഈ വിഷയം ഞാൻ കുറച്ചു കാലം മുതൽക്കേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
കാരണം നമ്മുടെ ഏജ് ഒരു 35-40 വയസ്സാകുമ്പോഴാണ് നമുക്ക് പക്വത എന്നൊരു സംഭവം എത്തുന്നത്. അതുവരെ ശരിക്കും നമുക്കൊരു തിരിച്ചറിവില്ല. അപ്പൊ ഇതിന്റെ മുന്നേ ഇത്തരം തിരിച്ചറിവുള്ള ആളുകൾ നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാനുമില്ല. കാരണം അവരൊന്നും ഈ ഒരു സംഗതിയിലേക്ക് ഇതാവാതെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ വിഷയം പഠിക്കുന്നത്. എനിക്കും 3 മക്കളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൂടെ കുറേ സ്ഥലത്ത്, സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലും അതുപോലെ കല്യാണം കഴിഞ്ഞ സ്ഥലത്തും പിന്നെ ഇവിടുന്ന് 100 കിലോമീറ്റർ ഒക്കെ അകലെയുള്ള ഓരോ സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ ഫീൽഡിലേക്ക് പ്രവേശിച്ചത് മുതൽക്ക് ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഞാൻ പെരുമാറല് എന്റെ കുട്ടിയോട് ഞാൻ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെയാണ്. എന്റെ കുട്ടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യല്. എല്ലാ അധ്യാപകരും ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും ഞാൻ പിന്നെ പഠിച്ചു എങ്ങനെ ഇവരോട് നമ്മൾ ദേഷ്യം പിടിക്കുന്നതിലൂടെയാണോ, അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെ നിന്ന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നല്ലോണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല ചേർത്ത് നിർത്തി നെഞ്ചത്തൊക്കെ മാറോടടക്കി ചെറിയ 1-ലും 2-ലും 3-ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് സ്വന്തം മക്കളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. നല്ല ഉമ്മയൊക്കെ കൊടുത്ത് മോനെ മോളെ നീ ഉഷാറാണ്, നന്നായി പഠിക്കും, നിനക്ക് നല്ല ഭാവി ഉണ്ട്, ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ ഇടയ്ക്കൊക്കെ മുട്ടായി അങ്ങനെ ചില്ലറ പൈസകളൊക്കെ കൊടുത്ത് ഇങ്ങനെ അവരുടെ ഇഷ്ടം എന്താണോ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് 1-2 ഒക്കെ രൂപയല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇതിലൂടെ അവർക്കൊരു നമ്മളോട് നന്നായി ഇഷ്ടം ഫീൽ ചെയ്യും. ഇങ്ങനെ പെരുമാറിയപ്പോ അവർ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്. നല്ല ഒരു അവസ്ഥയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് പറഞ്ഞാലും അവരനുസരിക്കും, എന്ത് എഴുതാൻ പറഞ്ഞാലും പഠിക്കാൻ പറഞ്ഞാലും ഒരു എതിരഭിപ്രായം ഇല്ലാതെ അവര് നന്നായി പഠിക്കുന്നു. പിന്നെ അതുപോലെ പേരൻസ് ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പിന്നീട് ഇപ്പോ ഒരാൾ മാത്രമല്ലല്ലോ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവല്, വ്യത്യസ്ത ആളുകൾ കയറി വരും, വ്യത്യസ്ത അധ്യാപകര് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എന്റെ അഭിപ്രായമായിരിക്കൂല മറ്റുള്ളവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവല്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിക്കണം, അടിച്ചാലേ അവർ പഠിക്കുള്ളൂ, ദേഷ്യം പിടിച്ചാലേ, അല്ലെങ്കിൽ നേരമൊക്കെ വൈകിട്ട് നന്നായി അടിക്കുക, അല്ല തെറ്റിന് ഇതായി കാണുന്നല്ല, ഞാൻ ഇവര് നേരം വൈകി വന്നാലും അവരോട് ഇനി വേറെന്തെങ്കിലും ശിക്ഷകൾ കൊടുക്കും, അടിക്കാത്ത രൂപത്തിൽ ചെറിയ രൂപത്തിൽ വേദനാവാത്ത ശിക്ഷകളാണ് കൊടുക്കല്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോ ഇവരില് ഈ കുട്ടികളിൽ തന്നെ വളരെ സ്വഭാവ വ്യത്യാസങ്ങളാണ് കാണുന്നത്. പിന്നീട് ഞാൻ പറയുന്നതും ഇവര് കേൾക്കാതായി, ഞാൻ എത്ര നല്ലൽക്ക് പറഞ്ഞാലും ഇവര് പഠിക്കാത്ത ഒരു അവസ്ഥയാണ് പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം ഇങ്ങനെയുള്ള ആളുകളോട് പറയുമ്പോൾ അവര് പറയും അവരടിച്ചാലേ അവർ പഠിക്കുള്ളൂ, അവരനുസരിക്കുള്ളൂ എന്നുള്ള ഒരു മനോഭാവമാണ്. ഇവര് അങ്ങനെയാണ് കേട്ട് വളർന്നു പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവിന് ഒരു കുട്ടി ഉണ്ടായപ്പോ ഞാൻ ഇതിങ്ങനെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം, സ്വന്തം മക്കളിലൂടെയും പഠിപ്പിക്കുന്ന മക്കളിലൂടെയും ഒക്കെ. അപ്പൊ എനിക്ക് ഈ ഒരു വിഷയം ഞാൻ 7 വർഷത്തോളം ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്തു പോന്നപ്പം ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂടെ ഇടപഴകുമ്പോൾ അവരിലൂടെ ഇങ്ങനെയുള്ള ആളുകളിലൂടെ എനിക്ക് ഈ ടീച്ചിങ്ങിലൂടെ അടിച്ചുകൊണ്ടുള്ള ടീച്ചിങ്ങും അടിക്കാതെയുള്ള ടീച്ചിങ്ങിലൂടെയും പഠിച്ചപ്പം മനസ്സിലായപ്പോൾ അതിനുശേഷം ഇങ്ങനെ കൈകാര്യം ചെയ്തതിന് ശേഷം ഇവർക്ക് പിന്നെ ഞാനും പറയാൻ തുടങ്ങി, ഞാനും അടിച്ചാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂലേ, അങ്ങനെ പിന്നെ പറയുന്നതൊന്നും ഈ സ്നേഹത്തോടെ പറയുന്നതിന് അവർക്കൊരു വാല്യൂ ഇല്ലാത്ത ഒരു ഫീലിംഗ് ആണ് അനുഭവപ്പെട്ടത്. പഠനത്തിന്റെ ഭാഗമായിട്ട് അവരിലൂടെ പഠിച്ചപ്പോൾ മനസ്സിലായ സംഗതിയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇതേപോലെ എൻ്റെ ഒരു ബന്ധുവിന് ഒരു വികൃതിയുള്ള ഒരു കുട്ടി ഉണ്ടായി. അതൊക്കെ ഒരു കഥയാണ്. കാരണം ആ വ്യക്തിയില് ഗർഭാവസ്ഥയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ പിന്നീട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ടെൻഷനിലൂടെയാണ് പോയിരുന്നത് എന്നുള്ളത്. അങ്ങനെ ആ വ്യക്തിയോട് ഞാൻ നന്നായി പറഞ്ഞു കൊടുക്കും. 2.5 വയസ്സ് ആ കുട്ടിക്ക് ആയത് മുതൽക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ അടിക്കല്ലോ, നല്ല സ്നേഹത്തോടെ പെരുമാറിയെങ്കിൽ മാത്രമേ അവരെ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നോട് പറയും, നിങ്ങൾ പറയുന്നതൊന്നല്ല ശരി, അടിച്ചെങ്കിൽ മാത്രമേ കുട്ടിക്ക് നമ്മളെ പേടി ഉണ്ടാവുള്ളൂ, വില ഉണ്ടാവുള്ളൂ, അനുസരണം ഉണ്ടാവുള്ളൂ എന്ന്. പിന്നീട് ആ കുട്ടിക്ക് 4-5 വയസ്സൊക്കെ ആയ സമയത്ത് ആ ഉമ്മ ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നതാണ് കാണാൻ പറ്റിയത്. അപ്പോഴും ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടില്ലയോ നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയുമ്പോൾ പിന്നീട് സമ്മതിച്ചു ആ വ്യക്തി, ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യമേ ശരിയാക്കി കുട്ടിയെ ചേർത്ത് പിടിച്ച് തെറ്റുകൾക്ക് അടിക്കാതെ വഴക്ക് പറയാതെ
നല്ല സ്നേഹത്തോടെ നിന്നിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തുമായിരുന്നില്ല എന്ന് ആ വ്യക്തി തന്നെ വാക്കുകളിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അതുപോലെ ഞാനൊരു പ്രൈവറ്റ് ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നെ, സോറി പ്രൈവറ്റ് അല്ല, ഒരു കൊറോണന്റെ സമയത്ത് ഒരു അധ്യാപകനെ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വരാൻ പറ്റാത്ത ഒരു പ്രയാസം വന്ന്, അപ്പൊ എന്നോട് ഒരു മാസം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാത്ത ഒരാളാണ് എങ്കിലും ഞാൻ ആ സ്ഥാപനത്തിലേക്ക് പോവാം. ഹൈസ്കൂളിലാണ്, 8, 9, 10 ക്ലാസ്സിൽ അറബിക് സബ്ജക്ട് എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പോവാമെന്ന് പിന്നെ വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോകുന്നതിന് മുന്നേ ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലഹരിയൊക്കെ നന്നായുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ അത് എന്ന് സൂചന തന്നിട്ടുണ്ട്. എങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഏത് കുട്ടികളെയും ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു മനക്കരുത്ത് എന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ പോയി. അങ്ങനെ ആ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ സമയത്ത് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ക്ലാസ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട്, 9th സ്റ്റാൻഡേർഡ്. ആ ക്ലാസ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഭയങ്കര വികൃതി കുട്ടികളാണ്, പഠിപ്പിക്കുന്നതൊന്നും ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല, ക്ലാസ് എടുക്കാൻ തന്നെ സൗണ്ടോട് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഈ അധ്യാപകർ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുതിയ ഒരാളല്ലേ, അതുപോലെ ലീവിന് വന്നതല്ലേ, നമ്മൾ ഒന്നും കൈകാര്യം ചെയ്യണ്ടല്ലേ, ഏത് ക്ലാസ്സാന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചോദിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ആ ക്ലാസ്സിലേക്കും എനിക്ക് പോവാനുള്ള അവസരം ഉണ്ടായി. അപ്പോ ആ ആ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഇത് വിലക്ക് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ടപ്പോ എനിക്ക് ലേശരിതുണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള, അത്രയും ബഹളം ഉണ്ടാക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ മലയാളം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾ മാറുകയാണ്. ആ സമയത്ത് ഒരു കുട്ടി എന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ചോദിച്ചു. അതേന്നാ. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ എന്താ മോനെ ഈ പറഞ്ഞു? അപ്പോ നിങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കാൻ കഴിയൂല എന്ന് ആ കുട്ടി 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ സ്നേഹത്തോടെ ആ കുട്ടീനോട് പറഞ്ഞു, മോനെ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയും, എനിക്ക് എന്തായാലും ക്ലാസ് എടുക്കാൻ കഴിയും എന്ന് ആ കുട്ടിയോട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ആ ക്ലാസ്സിലേക്ക് കയറുന്നത്. ക്ലാസ്സിലേക്ക് കയറിയപ്പോ ഞാനൊരു ഒന്ന് വലിപ്പമില്ലാത്ത ഒരാളാണ്, അത്ര ഭംഗിയൊന്നുമില്ലാത്ത, പക്ഷെ എനിക്ക് എന്നെ ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അവരെന്നെ ഒന്ന് കറക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആദ്യം തന്നെ. കാരണം സ്റ്റാഫ് റൂമിൽ നിന്നുള്ള മുൻപരിചയമുണ്ട്. ഈ കുട്ടി കയറുന്നതിന് മുന്നേ തന്നെ എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാന് അറബി ക്ലാസ് ആയതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കയറി. അപ്പൊ കണ്ടപ്പം തന്നെ എന്നെ ഒരു വല്ലാത്തൊരു നോട്ടൊക്കെ ഒരു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെ ഈ കുട്ടികളോട് പെരുമാറണം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, സ്നേഹം എന്ന തന്ത്രമാണ് ഏത് കുട്ടികളുടെ മുന്നിലും ഞാൻ പ്രയോഗിക്കല്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സ്നേഹത്തോടെ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങളെ മുഖം തന്നെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്നിങ്ങനെ കുറച്ച് പോസിറ്റീവ് അഫർമേഷനിലൂടെ നല്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്ലാസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവര് പ്രയോഗിച്ച തന്ത്രങ്ങളൊന്നും നടക്കൂല എന്ന് കണ്ടപ്പം അവര് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് എന്നെ ചെയ്തത്. അപ്പൊ അതെനിക്ക് മനസ്സിലായി ഇവരെങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ നല്ല സ്നേഹത്തോടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഈ എന്താ കുരു പൊട്ടുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, ഇങ്ങനെ വികൃതികൾ മാത്രം ശീലമായി പോയ കുട്ടികള് ഒന്ന് റൂട്ട് മാറ്റാൻ തുടങ്ങി. എന്നെ ക്ലാസ് സമ്മതിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ നീങ്ങിയപ്പോ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങള് ക്ലാസ്സിൽ പഠിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതിലുണ്ട്, പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന കുട്ടികളും നിങ്ങളുടെ മുന്നിലുണ്ട്, എന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ട എന്ന് താല്പര്യമുള്ള ആളുകൾ ദയവായിട്ടൊന്ന് എണീച്ച് നിന്നിട്ട് നമ്മളാ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് പോവാം. ഇവര് പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്, അതുകൊണ്ട് ഞാൻ വരെ പുറത്ത് നിർത്തുകയാണ് എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോ പിന്നെ ആർക്കും ഒരു പ്രയാസം ഇല്ല, ഒതുങ്ങി ഒരാട് ഇരുന്നെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. വീണ്ടും കുരു പൊട്ടുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ ലഹരി എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ മുഖം കൂടി കണ്ടിട്ട് എല്ലാവരും ഓരോ കോലത്തിലാണുള്ളത്. അങ്ങനെ അവര് വീണ്ടും ഇങ്ങനെ ഇതായപ്പോ ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ഒരു ആവശ്യമില്ല നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളത്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോവാം.
ഹെഡ് മാഷടുത്ത് പോയി ഇങ്ങനെ അനുവാദം കണ്ട് ഇങ്ങക്ക് പുറത്ത് നിൽക്കാം, അല്ലാതെ എനിക്ക് ഒരു പരാതിയില്ല. എനിക്ക് സുഖമായിട്ട് ആ 45 മിനിറ്റും ഭംഗിയായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റി. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ ക്ലാസ്സിലേക്ക് അവസരം കിട്ടി പഠിപ്പിക്കാൻ. അങ്ങനെ ഞാൻ ആദ്യം അവർക്ക് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു വികൃതിയും കളിക്കാൻ പറ്റില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ ആ ക്ലാസ്സിലേക്ക് കയറിയപ്പോ അവര് തുടക്കം തന്നെ എന്നെ ഒന്ന് ശരിയാക്കണം എന്നുള്ളതിലേക്കാണ് തീരുമാനം എടുത്ത്. ഒരു ഗ്യാങ് കുട്ടികൾ തീരുമാനം എടുത്തത്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കയറി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോ അവര് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന ഒരു സിനിമയില് എന്താ 10th സീൻ എന്ന് പറഞ്ഞ ഒരു ഇതില് എന്താ പറയുന്ന ആ പ്രയോഗത്തിലൂടെ അവരെന്നെ എതിരേറ്റു. പക്ഷെ ഈ ഈഗോ ആണ് എല്ലാ അധ്യാപകരെയും എല്ലാ രക്ഷിതാക്കളെയും ഈ കുട്ടികളോട് പെരുമാറുന്നിടത്തില് പെൻഡിങ്, അതായത് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റം വരുന്നത് എന്നുള്ള സൂചനക്കാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ അവരങ്ങനെ പറഞ്ഞപ്പോ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കൊക്കെ മനസ്സിലായി. ഞാൻ ആ ഭാഗം തന്നെ മൈൻഡ് ചെയ്തില്ല. കുട്ടികളല്ലേ, നമ്മള് അവരെ മനസ്സിലാക്കാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങനെ അവര് മോശമായി പെരുമാറിയ ആ ഭാഗം മൈൻഡ് തന്നെ ചെയ്തില്ല. അങ്ങനെ അപ്പൊ അവർക്ക് അത്ഭുതം, കാരണം അവര് മറ്റധ്യാപകരുടെ ക്ലാസ്സിൽ അങ്ങനെ പെരുമാറുമ്പോൾ തീർച്ചയായും ഈ അധ്യാപകനെ ഇൻസൾട്ട് ചെയ്ത പോലെയുള്ള ഫീൽ ചെയ്യും. അപ്പൊ സ്റ്റാൻഡപ്പ് എന്ന് പറയും, ഗെറ്റ് ഔട്ട് പറയും. അങ്ങനെ അവിടെ അന്തരീക്ഷം മലിനമാവും. അപ്പൊ ഇവരതാണ് പ്രതീക്ഷിച്ചത്, ഈ കുട്ടികൾ. പക്ഷെ ഞാൻ അവിടെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അതാ എന്താ പരിപ്പ് അവിടെ വെന്തില്ല. അങ്ങനെ അവർ പിന്നെയും എന്നോട് ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അവർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ഈ ക്ലാസ്സിൽ എന്തായാലും എന്തൊക്കെ ചെയ്യണം എന്ന പ്ലാനിങ്ങിലാണ് അവരുള്ളത് എന്ന് എനിക്ക് ആ കുട്ടികളെ മുഖത്തേക്ക് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ വീണ്ടും ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ നല്ല കുട്ടികളാണ് എന്നുള്ള കുറച്ച് അഫർമേഷൻ കൊടുത്തുകൊണ്ട്, നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങളെ മനസ്സിലേക്ക് കയറിപ്പോയ പല ഇമോഷൻസ് നിങ്ങളെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന്. നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളല്ല ഈ രൂപത്തിൽ പെരുമാറുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള പല വിഷമങ്ങളും പല പ്രശ്നങ്ങളുമാണ് എന്നോട് ഈ രൂപത്തിൽ നിങ്ങൾ പെരുമാറി പോകുന്നത് എന്നിങ്ങനെ തുറന്ന് അവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരോട് സംസാരിച്ചപ്പോ അവരങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന കണ്ട്. പിന്നെ ഈ പെരുമാറ്റത്തിലൂടെ ഉണ്ടായ ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവം എന്റെ കുടുംബത്തിൽ, എന്റെ നാട്ടിലുണ്ടായ ഒരു കുട്ടിന്റെ അനുഭവം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ ആ 45 മിനിറ്റ് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. അതിൽ ഭയങ്കര ഹീറോ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി വേഗം ബുക്ക് എടുക്കുകയും എന്താ ടീച്ചറെ നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമീപനമാണ് എനിക്ക് ആ ക്ലാസ്സിൽ കണ്ടത്. അപ്പൊ നമ്മുടെയൊക്കെ അറിവില്ലാതെ, നമ്മുടെയൊക്കെ ടെൻഷൻ കാരണം, നമ്മുടെയൊക്കെ പക്വതയില്ലായ്മ മൂലം നമ്മൾ പല രൂപത്തിലും ഈ മക്കളോട് പെരുമാറുന്നതാണ് ഇന്ന് ഈ രൂപത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം ഉണ്ടായത് എന്നാണ് എൻ്റെ അനുഭവങ്ങളിലൂടെയും എൻ്റെ പഠനങ്ങളിലൂടെയും എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാ കുടുംബങ്ങളിലും, പിന്നെ ആ സ്കൂളിൽ നിന്ന് അതേപോലെ സോറി അതുകൂടി പറഞ്ഞിട്ട് ഇതാക്കാം, പിന്നെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ്സിനെ പറ്റി 2-3 അധ്യാപകർ ചർച്ചയുണ്ട്. ഇപ്പൊ എന്താണെന്നറിയില്ല, ആ കുട്ടികൾക്ക് ഒരു ഒതുക്കം വന്നിട്ടുണ്ട്, പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അതിന്റെ ശേഷം അധ്യാപകർ അഭിപ്രായം പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാത്ത രൂപത്തിൽ ഞാൻ അങ്ങനെ കേട്ടിരുന്നു. കാരണം നമ്മളൊരു മെയിൻ ആവണ്ട, നമ്മള് ഇങ്ങനത്തെ ഒരു അവിടെ പറയുമ്പോഴാണ് നമ്മളൊരു മെയിനായി തോന്നല്. അപ്പൊ ആ ക്ലാസ് അവിടെ ഇനിയും പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ ആ കുട്ടികളെ നല്ലൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ടെക്നിക്കും എല്ലാ ഇതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഒരു മാസം മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയത്. അതിലൂടെ കുറച്ചെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നമ്മുടെയൊക്കെ അറിവില്ലാത്ത, കാരണം 97% കുടുംബങ്ങളും ഫാമിലികളും അൺഹാപ്പി ആയിക്കൊണ്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. കണക്കുകളാ പറയുന്നത്, അതായത് ഞാൻ ഊഹിച്ച് പറയല്ല. പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 97 കുടുംബങ്ങളും സന്തോഷമില്ലാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇപ്പോ എന്തുകൊണ്ടാണ് ഈ സന്തോഷമില്ലാത്ത അവസ്ഥയിലൂടെ പോകുവാൻ കാരണം? ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ചർച്ചും ഒക്കെ മതപരമായിട്ടുള്ള ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നിനും ഒരു കുറവില്ല.
പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ സന്തോഷമില്ലാത്ത അവസ്ഥയിലൂടെ ജീവിക്കുന്നു? 97% ആളുകളും ഇങ്ങനെ അൺഹാപ്പി ആയിക്കൊണ്ട് ജീവിക്കാനുള്ള കാരണം എന്ത്? ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണിത്. കാരണം ഓരോ കുടുംബങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ മാരകമായ രോഗങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പം മുതൽക്കേ അലർജിയോ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ആശുപത്രികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് മരുന്ന് കുടിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ വേറെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസം പെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥ. തുച്ഛമായ വരുമാനമായിരിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടല്. എന്നിട്ട് അത് മക്കളെയും പിന്നെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടി തികയാതെ കടങ്ങൾ വാങ്ങിക്കൊണ്ട് വീടുണ്ടാക്കാനും പല ആവശ്യങ്ങൾക്കും കടങ്ങൾ വാങ്ങി സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥ. പിന്നെ വേറൊരു വിഭാഗത്തിന്റെ ജീവിതം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് സ്നേഹമില്ലാതെ കച്ചറയായിക്കൊണ്ട് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വരെ നന്നായി ഷൗട്ട് ചെയ്യുന്ന ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാര് അല്ലെ ഭാര്യമാര്, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കച്ചറ ഉണ്ടാകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് നിസ്സാര കാര്യങ്ങൾക്ക് വരെ വഴക്കിടുന്നത് കണ്ടുകൊണ്ട് വളർന്ന മക്കളും അവരുടെ ഭാര്യമാരും അല്ലെ ഭർത്താക്കന്മാരും അവരുടെ പേരക്കുട്ടികളും, ഇങ്ങനെ സമാധാനമില്ലാത്ത ഒരു അവസ്ഥ. 97% കുടുംബങ്ങളും ഇങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ, ഇപ്പൊ എൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ കൗൺസിലിങ്ങിന് വന്ന ഒരു കേസിൽ ആ കുട്ടി ഡൈവോഴ്സ് ആണ്. ആ കുട്ടിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോ കുട്ടിന്റെ ഹസ്ബൻഡിന് സമൂഹ മാധ്യമങ്ങളിൽ വരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു ആ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു. അറിയപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകരും ഒരു മത പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള എല്ലാരും ഇങ്ങനെ അല്ല കേട്ടോ, പക്ഷെ നമ്മളെയൊക്കെ മുന്നിലേക്ക് ഓരോ വിഷയങ്ങൾ വരുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ്. അങ്ങനെയായിട്ടുള്ള ഒരു കുടുംബം. പക്ഷെ ഉമ്മയും ഉപ്പയും എന്നും വഴക്കാണ്. 1.5 വർഷം നിന്നിട്ടും ആ കുട്ടി ആ വീട്ടിൽ കണ്ടത് ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ വഴക്കടിക്കുന്ന ഒരു കുടുംബം. പിന്നെ എങ്ങനെ ഈ മക്കൾ വഴി തെറ്റാതിരിക്കും? ഇതൊക്കെ കേട്ടപ്പോ ഒരുപാട് നമ്മുടെയൊക്കെ ചുറ്റിൽ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടല്ലോ. പിന്നെ നമ്മള് കൗൺസിലിങ്ങിന് വേണ്ടി ഞാൻ യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോസ് ഇട്ടപ്പോ ഒരുപാട് വ്യക്തികളാണ് പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എവിടെയൊക്കെയോ നമ്മൾ ശരിയാവാനുണ്ട്. നമ്മളിൽ നിന്ന് തന്നെ, പേരൻസായ നമ്മളിൽ നിന്നും അധ്യാപകരും ആയിട്ടുള്ള ഈ സമൂഹത്തിൽ നിന്നും നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയോ കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നാണ് ഇത്തരം അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോകാനുള്ള കാരണം ഈഗോ എന്നൊരു സംഭവം നന്നായിട്ട് എല്ലാ കുടുംബങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നമ്മളെ ഓരോ കുടുംബങ്ങളും ശരിയാവണമെങ്കിൽ നമുക്ക് പറയാനുണ്ട്. തുടർച്ചയായും കൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ്. നാളെയും ഇതേപോലെ 10 മണിക്ക് ക്ലാസ് വെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ, കാരണം നമ്മളൊക്കെ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ അങ്ങനെ തന്നെ, അവൻ ശരിയാവില്ല, അവൾ അങ്ങനെ തന്നെ, അവൾ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഈ നിഷ്കളങ്കമായ മക്കളെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് മക്കളൊക്കെ ഇങ്ങനെ ആവുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി നമ്മുടെ മുന്നിലേക്ക് തന്നെയാണ് ഇതൊക്കെ നീളുന്നത്. നമ്മളിപ്പോ ഒരാളിങ്ങനെ വിരല് ചൂണ്ടുമ്പോ 4 വിരലും നമ്മളെ നേർക്കാണ് വരുന്നത് മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും കാണുന്നത്. ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടതിന്റെയൊക്കെ റിസൾട്ടുകളാണ് ഈ രൂപത്തിലുള്ള സാമൂഹികമായിട്ടുള്ള സംസ്കരണത്തിന്റെ അധപതനം. നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും ഉള്ളിലേക്ക് ചിന്തകൾ കൊടുത്തുകൊണ്ട് ഞാൻ ഒരുപാട് ആരാധനകൾ ചെയ്യുന്നു. രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ രാവിലെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ചർച്ചിലേക്ക് പോകുന്നുണ്ട്, കുർബാനയും ഒക്കെ ഞാൻ നടത്തുന്നുണ്ട്. എന്നിട്ടും
എന്തുകൊണ്ട് എൻ്റെ ഈഗോ, ഞാൻ എന്ന ഭാവത്തെ, ഞാൻ എന്ന അഹങ്കാരത്തെ എനിക്ക് തകർക്കാൻ കഴിയുന്നില്ല? ഒരു വിനയവും മറ്റുള്ളവരോടുള്ള വിട്ടുവീഴ്ചയും ക്ഷമയും ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മോന് 10th പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ, അവന് 10th തുടക്കത്തിൽ തന്നെ ഒരു 2-3 വർഷം മുന്നുള്ള അനുഭവം കേട്ടോ. എന്നിട്ട് ഒരു ബസ്സിന്റെ മുന്നിൽ എന്തോ ഇതായതിന്റെ ഭാഗമായിട്ട് അവന് പ്രതിയല്ല, മറ്റുള്ളവർ പറഞ്ഞപ്പോ അവനൊന്നും ചിന്തിക്കാതെ പോയി. അപ്പൊ ഫോണ് കൊടുത്തു. അപ്പൊ ഫോണ് കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ടാണ് അവൻ പ്രതിയായത്. സ്കൂളിലേക്ക് കൊണ്ടുപോകരുത് നിയമമുണ്ട്. അവൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കല്ലോ, ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവന് സസ്പെൻഷൻ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ സ്കൂളിലേക്ക് ചെന്നു. ആ സ്കൂളിലേക്ക് ചെന്ന മീറ്റിങ്ങിനൊക്കെ പോവലുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇഷ്യൂ ആയിട്ടൊന്നും 3 മക്കള് വളർത്തിയിട്ടും ഇന്ന് വരെ പോവേണ്ട ഒരു ആവശ്യം വന്നില്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. അങ്ങനെ ഞാൻ ചെന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് കണ്ട ഒരു അധ്യാപികയോട് ഞാൻ ചോദിച്ചു, ഈ ഓന്റെ ക്ലാസ് മാഷ പേര് പറഞ്ഞുകൊണ്ട്, ആ മാഷ് എവിടെയെന്ന് ചോദിച്ചു. എടുത്തേം വെക്ക ആ വ്യക്തി പറഞ്ഞൊരു മറുപടി, നമ്മളെയൊക്കെ മനസ്സിൽ ഈഗോ ഉണ്ടോ ഇല്ലേന്ന് അറിയാനാട്ടോ എനിക്കത് ഭയങ്കര ആ അധ്യാപികയോടുള്ള മുഴുവൻ മതിപ്പും പെടുകയാണ് എനിക്ക് ആ മറുപടിയിലൂടെ ഉണ്ടായത്. ആ അധ്യാപകന്റെ പേര് പറഞ്ഞുകൊണ്ട്, ആ ആ ആ വലിയ ആ സ്കൂളില് നല്ലൊരു അധ്യാപകൻ എന്നുള്ള പേര് കേട്ട ഒരു വ്യക്തിയാണ് എൻ്റെ മോന്റെ ക്ലാസ് അധ്യാപകൻ. അപ്പൊ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇത്രയും നല്ല സ്കൂളിൽ അധ്യാപകനായിട്ട് അവന്റെ ക്ലാസ്സിലൊരു കുട്ടിയാണോ ഈ തെറ്റ് ചെയ്തത്? ശരിക്കും ആ കുട്ടി ആ തെറ്റ് ചെയ്തതിൽ ആ അധ്യാപകനുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആ ബുദ്ധിയുള്ള 55 വയസ്സായ, 55 50 വയസ്സായ മാമിനായിരുന്നാണ്. കാരണം റിട്ടയർഡ് ആവാനായിട്ടുണ്ട് എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. ആ മാമ് ഒരു ബന്ധമില്ലാത്ത, കാരണം ഒരു കുട്ടി തെറ്റ് ചെയ്തതിന് അത്രയും നല്ല എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല അധ്യാപകനാന്നുള്ള അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് എൻ്റെ മോന്റെ അധ്യാപകന്. അപ്പൊ ആ അധ്യാപകന് ആ രൂപത്തില് സംസാരിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം ഈഗോ ഉണ്ട്, ഒരു അസൂയ മനോഭാവം. കാരണം അത്രയും ഫേമസ് ആയ ആ അധ്യാപകനോട് ഈ കുട്ടിയാണ് തെറ്റ് ചെയ്തത്. കുട്ടി സ്കൂൾ വിട്ടു വരുന്ന സമയത്ത്, അത് സ്കൂളുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബസ്സിന് മുന്നിലേക്ക് കുട്ടികൾ ഇങ്ങനെ എന്താ ചെയ്യല്ലോ, ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് റൂട്ടുമേല് ചെയ്യുന്ന പുഷപ്പ് ചെയ്തതിന് ഇവൻ ഫോട്ടോ എടുത്തു. അതാണ് അവൻ ചെയ്തത്. അവൻ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല, അവൻ കൊണ്ടുപോയ വണ്ടിയിലാണ് ഫോൺ ഉള്ളത്. പക്ഷെ ആ ഫോട്ടോ എടുത്തു, അത് സോഷ്യൽ മീഡിയയിലേക്ക് ഏതോ ഒരു കുട്ടി പാസ് ചെയ്തു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, ആ സ്കൂളുകാരെ ചോദ്യം ചെയ്തു. അതാണ് വിഷയം. സ്കൂൾക്ക് ഫോൺ കൊണ്ടുപോകരുത് നിയമമുണ്ട്. എൻ്റെ കുട്ടി സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ സ്കൂൾ വിട്ടു വരുമ്പോഴാണ് സംഭവം. അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഒരിക്കലും ആ അധ്യാപകൻ അതിൽ പ്രതിയല്ല എന്ന് ചിന്തിക്കാൻ പോലുള്ള ശേഷി ഈ അധ്യാപികക്ക് ഉണ്ടായില്ല. അതാണ് ഞാൻ അവിടെ പ്രൂവ് ചെയ്തത്. കാരണം ഈഗോ ആണ് എല്ലാവരുടെയും, ഒരു 70% ആളുകളുടെയും ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്ന ഭാവം, എന്റേതാണ് ശരി, ഞാൻ വിജയിക്കണം, മറ്റുള്ളവരൊന്നും വിജയിക്കരുത്. അപ്പോ നമ്മൾ ഇവിടെയാണ്, ഓരോരുത്തരുടെയും മനസ്സിലാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങേണ്ടത്, നമ്മൾ മാറ്റം ഉണ്ടാക്കേണ്ടത്. ഈ ഈഗോയിലൂടെ വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ കുടുംബങ്ങളിലും, ഒരു ഫാമിലിയിൽ ഒരു ഭാര്യ അല്ലെ ഒരു ഭർത്താവ് എന്തെങ്കിലും ഒരു വിഷയം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഭാര്യ പറയുന്ന അഭിപ്രായത്തോട് ഭർത്താവിന് യോജിക്കൂല, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന അഭിപ്രായത്തോട് ഭാര്യക്കും യോജിപ്പുണ്ടാവില്ല. അപ്പൊ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ മുഴുവനും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഭാര്യ 1-2 മറുപടി കൊടുക്കും, അതുപോലെ തിരിച്ചും കൊടുക്കും. ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. പിന്നീടൊരു രമ്യതയോട് കൂടിയുള്ള ഒരു ചർച്ചയാണ് ഓരോ വീട്ടിലും നടക്കുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ജയിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി, എന്റെ അഭിപ്രായമാണ് ശരിയെന്ന് രണ്ടാളും തീരുമാനിക്കുമ്പോഴാണ് കുടുംബത്തിന്റെ അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം തകരുന്നത്. ഈ സമാധാന അന്തരീക്ഷം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നല്ലൊരു അവസ്ഥയിൽ വളർന്നു വരും. പിന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. രാഷ്ട്രീയപരമായും മതപരമായിട്ടൊക്കെ ആശയ വ്യത്യാസങ്ങൾ എല്ലാ മതത്തിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു കുടുംബങ്ങളും, ഒരു സൊസൈറ്റിയിലുള്ള ഓരോ ഫാമിലികളും
പരസ്പരം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വെറുപ്പും വിദ്വേഷവുമാണ് കൊണ്ട് നടക്കുന്നത്. ഒരു ഭാഗത്ത് ആരാധനാ കർമ്മങ്ങൾ ഉണ്ട്, അത് നല്ലതാണ്, ചെയ്യണം. നമ്മളോട് സൃഷ്ടാവ് പറഞ്ഞതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഈഗോയെ, ഈ ഈഗോ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആരെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല, എന്റെ സൽപ്രവർത്തനങ്ങളെല്ലാം പാഴായി പോകും എന്ന് ചിന്തിക്കാൻ കഴിവില്ലാതെ, എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഓരോരുത്തരും ഇറങ്ങിക്കൊണ്ട് കുറവുകളെ മനസ്സിലാക്കി അത് നികത്താൻ, അതിനെ പരിഹരിക്കാൻ കഴിയുമ്പോഴേ ഓരോ വ്യക്തിയും നന്നാവുകയുള്ളൂ. അങ്ങനെ ഓരോ വ്യക്തികളും നന്നാവുമ്പോൾ ആ കുടുംബം നന്നാവും. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി നന്നായാൽ ആ വ്യക്തിയെ കണ്ട് മറ്റുള്ളവർ നന്നാവും. സ്നേഹവും സാഹോദര്യവും ഐക്യവും വിട്ടുവീഴ്ചയും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഈഗോയെ, എന്നിട്ട് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും വീണ്ടും, ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിൽ നിന്ന് എന്റെ കുട്ടിക്കുണ്ടായ അനുഭവം, ആ സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ അസുഖമായ കാരണം അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. ഞാൻ ഒരാൾ മാത്രമാണ് പുറത്തേക്ക് പോയി കൊണ്ടുവരുന്നത്. പിന്നെ ചെറിയ പ്രൈവറ്റ് ജോലികളല്ലേ, തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത്, എങ്കിലും സംതൃപ്തിയോട് കൂടി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ ആകെ മനസ്സ് കലങ്ങിയ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അട്രാക്ഷൻ സംഭവിച്ചുകൊണ്ട് എന്റെ മനസ്സിന്റെ ഭാവം എന്താണോ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളാണ് എന്റെ ലൈഫിലേക്ക് വരിക എന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിച്ചതിന് ശേഷമാണ് എന്റെ ജീവിതം മാറി മറിയുന്നത്. അങ്ങനെ ആ സന്ദർഭത്തിൽ എന്റെ മോന്റെ ഇഷ്യൂ ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഒരു വിൽ പവർ ഉള്ള സമയമായതുകൊണ്ട് എനിക്ക് അസുഖങ്ങൾ ഇല്ല, നന്നായി വിൽ പവർ സ്ട്രോങ് ആയതുകൊണ്ട്, എങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആ സന്ദർഭത്തിലാണ് ഈ ആകർഷണ സിദ്ധാന്ത നിയമം എന്നുള്ള ആ ഒരു സംഗതി പഠിക്കുന്നത്. സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ, അള്ളാന്റെ ദൈവിക അനുഗ്രഹത്താൽ ഞാൻ അത് പഠിക്കുന്നത്. അതോടുകൂടി പിന്നെ എന്റെ മനസ്സിന്റെ ഭാവം ദുഃഖം എന്നതിൽ നിന്ന്, നിരാശ, സങ്കടം എന്നുള്ളതിൽ നിന്ന് ഞാൻ മാറ്റി സന്തോഷം എന്നുള്ളതിലേക്ക് ഞാൻ മാറ്റിക്കെട്ടി. പിന്നെ ഞാന് ആ ഒരു മോന്റെ ആ പ്രശ്നത്തോട് കൂടി ആ സമയത്തൊക്കെ ഞാൻ നന്നായി, കാരണം ഞാനൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയാണ്, പിന്നെ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം വേറെ ഉണ്ട്. പിന്നെ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനത്തെ ഒക്കെ വേഗം എല്ലാവരും അറിയപ്പെടുമല്ലോ, നന്മയാണല്ലോ ആരും അറിയാതിരിക്കല്. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, മോൻ എന്തേ ചെയ്തത്, മോൻ അങ്ങനെ ഒന്നും അല്ലേ ഇനിയല്ലോ, ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം ഇനിയല്ലോ, ഇപ്പൊ എന്തേ മോന് അങ്ങനെയൊക്കെ പറ്റിയത്. ഏടെ പിന്നെ ഒരു അങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ഈ പുഷപ്പ് ചെയ്യുന്ന കുട്ടികള്, അത് റെഡിയായി നിൽക്കുന്ന കുട്ടികള് ഓനെ വിളിച്ച് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചതാണ് സംഭവം. അപ്പൊ ഓനൊന്നും ചിന്തിക്കാതെ എന്റെ കയ്യിൽ ഫോൺ ഉണ്ട്, ഓൻ ഫോട്ടോ എടുക്കും ചെയ്ത് അതിലൊരു കുട്ടി അത് പുറത്തേക്ക് വിട്ടു. അത് സ്കൂളിന് മാനക്കേടായി. സംഭവം തെറ്റന്നെയാണ്, സ്കൂളിന് മാനക്കേടൊക്കെ വന്നുകൊണ്ട് ഞാൻ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കല്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സ്, അതാ ഞാൻ പറയുന്നത്, എത്രത്തോളം വിഷമത്തിൽ പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പക്ഷെ ആ ഒരു സന്ദർഭത്തിലാണ് സൃഷ്ടാവ് വീണ്ടും അത്തരം അനുഭവങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ, അപ്പൊ ഞാൻ മോനോട് ഇങ്ങനെ ചേർത്ത് നിർത്തി ഒക്കെ ചെയ്തപ്പോ എന്നോട് പറഞ്ഞ്, ഞാൻ എന്താണെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ അറിയാതെ എത്തിപ്പോകുന്നുണ്ട് എന്നൊക്കെ അവന്. അപ്പൊ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതിനനുസരിച്ചുള്ള അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോ ഈ വിഷയം ഞാൻ പഠിച്ചു, എന്റെ മനസ്സിന്റെ ഭാവം, അതിനുശേഷമാണ് അവന്റെ ഉപ്പ മരിക്കുന്നതൊക്കെ. ആ സന്ദർഭത്തിൽ പോലും മനസ്സ് ദുഃഖത്തിലേക്ക് കൊടുക്കാതെ, അതിനും എന്നെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തി. ഓർത്തോളം ഭർത്താവ് മരിച്ചിട്ട് ഒരു സങ്കടമില്ല, ഒരു വിഷമവുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ കീപ്പ് ചെയ്തത്? എനിക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ, ആ മനസ്സിന്റെ സിദ്ധാന്തം പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ. അത് മനസ്സിൽ ഖുർആൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിനെ അവിടെ കീപ്പ് ചെയ്തത്. എന്നിട്ട് പടച്ചോൻ പറയുന്നതിന്റെ മറുപുറം നമ്മൾ ചെയ്താൽ തീർച്ചയായും നമുക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നല്ല മെന്റൽ പവറോടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. പിന്നെ 10th കഴിഞ്ഞു, +1 +2, ആ കുട്ടി വീണ്ടും പഠനം മുന്നോട്ട് നീക്കി. ഈ +1നും +2നും ചേർത്ത് ഇപ്പൊ എന്റെ മനസ്സിന്റെ ഭാവം മാറി, അവനിലൂടെ നല്ല അനുഭവങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി. അൽഹംദുലില്ലാ, എന്നെ സൃഷ്ടിച്ച ശക്തിയെ ഞാൻ സന്തോഷത്തോടെ നന്ദി പറയാണ്. പിന്നെ ഈ +1 +2 പോയതിനു ശേഷം എന്റെ മോനിന് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പിന്നെ കേൾക്കേണ്ടി വന്നില്ല. അത് മാത്രല്ല, നല്ല അഭിപ്രായം,
എല്ലാ അധ്യാപകരും ഏകസ്വരത്തിൽ എന്നോട് പറയും. പിന്നെ എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞ്, നിങ്ങൾ എന്റെ ഇവിടെ മക്കൾക്ക് ക്ലാസ് എടുക്കാൻ വരണം. അപ്പം എന്റെ കുട്ടീനെ പറ്റി ഒരു മോശമായ അഭിപ്രായമാണെങ്കിൽ ഒരിക്കലും ആ അധ്യാപകൻ എന്നെ ക്ഷണിക്കുകയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിന്നീട് ഞാൻ എന്റെ മനസ്സിന്റെ ഭാവം മാറ്റി സന്തോഷമുള്ള അവസ്ഥയിലേക്ക് ഞാൻ എന്റെ മനസ്സിനെ കൊടുത്തു. വലിയൊരു ദുഃഖമുള്ള ഒരു അനുഭവം അതിന്റെ മുന്നേ അനിയത്തി മരിച്ച ഒരു ദുഃഖത്തിലൂടെ പോയി വീണ്ടും വീണ്ടും ഹസ്ബൻഡിന് സുഖമില്ലാത്ത അങ്ങനെയൊക്കെ വീണ്ടും മനസ്സിനങ്ങനെ വിഷമിക്കുന്ന അവസ്ഥയിലൂടെ ഞാൻ മുന്നോട്ട് നീക്കിയപ്പോൾ വിഷമങ്ങൾ മാത്രം എനിക്ക് കിട്ടി. പിന്നെ തിരിച്ചറിഞ്ഞു മനസ്സിന് ഇങ്ങനെ ഒരു ഭാവമുണ്ട്, ആകർഷണ സിദ്ധാന്തമുണ്ട്, ഭൂമിക്ക് ആകർഷണ സിദ്ധാന്തമുണ്ട്, എല്ലാം തിരിച്ചു പിടിക്കും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഭൂമിക്കും ആകർഷണമുണ്ട്, മനസ്സിനുമുണ്ട് ഈ ആകർഷണം എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോ അവിടെ മുതൽക്കാണ് എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പൊ 2 വർഷത്തിനുള്ളിൽ വലിയ മോന്റെ സ്കൂളിലേക്ക് പോയപ്പോഴും അങ്ങനെ തന്നെ നല്ല അഭിപ്രായമാണ് അധ്യാപകർ പറഞ്ഞത്. അവരും ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചു. ഇതുപോലെ നമ്മൾ പിന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് മക്കളിൽ എന്ത് വന്നാലും ചേർത്ത് നിർത്തിക്കൊണ്ട്, പിന്നെ ഈ 2ാമത്തെ മോനൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. നമ്മുടെയൊക്കെ അറിവില്ലായ്മകളാണ് നമുക്ക് തിരിച്ചടികൾ വരുന്നത് എന്ന് ജീവിതത്തിലൂടെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ മക്കളോട് മോശമായി പെരുമാറും. നമുക്ക് ടെൻഷനുള്ള സന്ദർഭമാണോ നമ്മൾ ഭർത്താവുമായിട്ടോ അല്ലെ ഭാര്യയുമായിട്ടോ അല്ലെ നാട്ടുകാരുമായിട്ടോ അയൽവാസികളുമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിലൂടെ ഇങ്ങനെ ടെൻഷനും പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമായിക്കൊണ്ടാണ് സാമ്പത്തിക പ്രയാസം, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുക, ഇങ്ങനെ മാനസികമായിട്ട് അസ്വസ്ഥതകളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് നല്ലോണം പെരുമാറാൻ കഴിയൂല. അതുകൊണ്ടാണ് 97% കുടുംബങ്ങളും അസ്വസ്ഥമായിക്കൊണ്ടാണ് കേരളത്തിലൂടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ. അപ്പൊ EFT മനസ്സിലാക്കിയതിനു ശേഷം ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ വേദനിപ്പിച്ച ഇത്തരം അനുഭവങ്ങൾ, ഇപ്പൊ നമ്മളൊക്കെ വളർന്നു വന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വളർത്തിയത്. അവരുടെ പ്രശ്നം പണ്ടൊക്കെ ഏറെയായിരുന്നു പ്രയാസങ്ങള്. ജോലിയും കൂലിയും ഇല്ലാത്ത, നല്ലൊരു വരുമാനമില്ലാത്ത, സമ്പത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെയൊക്കെ പേരൻസ് പോകുന്നത്. അവരൊന്നും സഹിച്ചതുപോലെ നമ്മൾ സഹിക്കുന്നില്ല. എന്നിട്ടും നമുക്ക് നമ്മളെ മക്കളോട് എന്തുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? ഒരുവിധം കുടുംബങ്ങളിലൊക്കെ മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നങ്ങളാണ്. എത്രയാണ് കോളുകൾ വരുന്നതെന്ന് അറിയാം. ഇങ്ങനെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് കോള് കിട്ടി. ഇന്നിപ്പോ ഒരു കോള് വന്നത് എന്താ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടീന്റെ ഒരു പ്രശ്നമായിട്ടാണ്. അതെനിക്ക് മര്യാദയ്ക്ക് മറുപടി കൊടുക്കാനോ എന്റെ അടുത്തേക്ക് വരാൻ പറയാനോ സമയം കിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അത് കൊടുക്കാൻ. ഇങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ. ചില ആളുകൾ വിക്കുണ്ടാവും. ഈ വിക്കും ഇതിലൊക്കെ ഓരോ കാരണങ്ങളുണ്ട്, എല്ലാത്തിനും കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ എല്ലാം കുട്ടികളുടെ പിഴവാണ്, കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥ. അവിടെ നമ്മളിലാണ് പിഴവെന്ന് നമ്മൾ എന്ന് അംഗീകരിക്കുന്നുവോ അന്ന് സമൂഹം മാറും. നമ്മുടെ മക്കൾ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് നല്ലൊരു അവസ്ഥയിലൂടെ, നല്ലൊരു കൾച്ചർ കണ്ടുകൊണ്ട്, നല്ലൊരു സംസ്കാരം, നല്ലൊരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനാൽ നമ്മളെല്ലാവരും ഈ നല്ല ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, ഇപ്പോ എത്രയോ കുടുംബങ്ങളിലുണ്ട് രാവിലെ എണീറ്റ് ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇപ്പൊ 7 മണി വരെ 8 മണി വരെയൊക്കെ ഖുർആൻ ഓതും. അതുപോലെ അമ്പലത്തിൽ പോവും, ചർച്ചിൽ പോവും, തിരിച്ചു വരും, അടുക്കളയിലേക്ക് വരും. എന്നിട്ട് അതുവരെ ചെയ്ത മുഴുവൻ അമലുകളും നഷ്ടപ്പെടുന്ന രൂപത്തിൽ, മുഴുവൻ സൽപ്രവൃത്തികളും ഇല്ലാതാവുന്ന രൂപത്തിൽ മരുമക്കളോടോ മക്കളോടോ നാവ് ഉപയോഗിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരം പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ ആരാധനകൾ ചെയ്യുന്നതിലപ്പുറം ഇതും കൂടി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ ആരാധനകൾ തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിലും ബൈബിളിലും ഭഗവത്ഗീതയിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. വെറുതെ പറഞ്ഞ വാക്കല്ല. നബിയും പറയുന്നുണ്ട്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി പറയുന്നുണ്ട്, കുൽ ഖൈറൻ ഔ ലിയസ്മുത്.
നാളെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അതിപ്പം പറയാൻ സമയമല്ല. ഞാൻ എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അനുഭവമാണ് ഞാൻ നാളെ പറയുന്നത്. ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. എല്ലാവരും എങ്ങനെ മക്കളെ വളർത്തണമെന്നറിയാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ എത്രയോ ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോ ചില വീടുകളിൽ നിന്ന് കുട്ടികളോടുള്ള ഷൗട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട് ഒരു ദിവസം. സത്യം ഞാൻ പറയുന്നത്. എന്തൊരു അട്ടഹാസിക്ക അതിന്റെ അങ്ങോട്ട് പോകുമ്പോ ആ ഉമ്മ നന്നായി ഖുർആൻ ഓതുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ ആ ഉമ്മ തന്നെ പേരക്കുട്ടിയോട് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഞെട്ടിക്കും. ശരിക്ക് ആ ഓതിയത് മുഴുവൻ, കാരണം ഒരു കുട്ടിന്റെ മനസ്സിലേക്ക് ഈ രൂപത്തിൽ അട്ടഹസിച്ചും കൊണ്ട് എന്തോ 3 വയസ്സായ കുട്ടിയാ എന്തോ പറഞ്ഞ ചിലപ്പോ ഉമ്മ വിചാരിച്ചതിലപ്പുറം എന്തോ ചെയ്തിട്ടുണ്ടാവും. അതിനെന്തോ ഷൗട്ട് ചെയ്ത ഞാൻ പിന്നെ കയറി നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കയറിയിട്ട് ആ ഉമ്മയെ ഉപദേശിക്കണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ആ കുട്ടിന്റെ മനസ്സിലേക്ക് ആ ഷൗട്ട് ചെയ്ത വാക്കുകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ അതാണ് ഭാവിയിൽ പ്രവർത്തിക്കുക. അപ്പൊ ഇങ്ങനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നാളെ ഇതേപോലെ 10 മണിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്നത്തേത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്കിപ്പോ 11 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഈ ഒരു പഠനത്തിലൂടെ ഞാൻ പഠിക്കുകയാണ്, പഠിച്ചിട്ട് സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ, അതായത് ആകർഷണ സിദ്ധാന്ത നിയമം, ഇതൊന്നും ഈ പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ അള്ളാഹുവിനോ വിരുദ്ധമായിട്ടുള്ള വാക്കുകളല്ല. അള്ളാഹ് ഖുർആനിൽ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഭാവം സന്തോഷമാണെങ്കിൽ സന്തോഷമുള്ളത് നമ്മളിലേക്ക് വന്നുകൊണ്ട്. ഇനി നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കി, നിങ്ങളെയൊക്കെ മനസ്സിന്റെ ഭാവം എന്താണ് മനസ്സിലാക്കുക. എന്നിട്ട് ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ EFT ആ മനസ്സിന്റെ വിഷമങ്ങളെ പുറത്തേക്ക് കളയാം. എത്രയോ ആളുകൾ ആ ക്ലാസ് കഴിഞ്ഞവർ പറയുന്നുണ്ട് മനസ്സിനൊപ്പം ശരിക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്, സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ട്, മക്കളോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയുന്നുണ്ട്, ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട്. ഇന്നലെ എനിക്ക് ഒരു 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പാസ് ചെയ്യും. ഇപ്പോ തിരക്കായത് കാരണമാണ് അതിലേക്കൊന്നും നീങ്ങാത്തത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇമോഷൻ, നമ്മുടെ വിഷമിപ്പിച്ച അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫ് ആ പ്രശ്നം ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്ത പിന്നെ നമുക്ക് വരില്ല. ഈ ചിന്തകളാണ് എല്ലാത്തിന്റെയും കാരണക്കാർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയും. നമുക്ക് നല്ല സന്തോഷമുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവും. നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ മുഴകളും പല പ്രശ്നങ്ങളുമായിക്കൊണ്ട് നമുക്ക് ഓപ്പറേഷത്തിന് പോവേണ്ടി വരുന്നത്? അതൊക്കെ ഇതുപോലെയുള്ള പല അനുഭവങ്ങളും നമ്മുടെ മനസ്സിലും പ്രവർത്തികളിലുമൊക്കെ നമ്മളെ ചിന്തകളിൽ പല ദുഃഖങ്ങളും നിരാശകളുമുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുഴകളും ഒക്കെ അസ്വസ്ഥമായിക്കൊണ്ട് അസുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വരുന്നത് എന്ന് സയൻസ്, വൈദ്യശാസ്ത്രം നമ്മളോട് പറയുമ്പോൾ നമ്മളൊക്കെ മാറി ചിന്തിക്കാൻ സമയം വൈകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രദേശത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും പുറം ലോകത്തേക്ക് ടൂർ പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ ടൂർ പോകും. നമ്മുടെ ഉള്ളിലേക്ക് ടൂർ പോകുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുക. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയാം. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ മാറുക. എനിക്ക് ജീവിക്കണം, എനിക്ക് നല്ല നിലയിൽ ജീവിക്കണം, സന്തോഷത്തോടു കൂടി ജീവിക്കണം, എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം, എനിക്ക് തിരിച്ചു പിടിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഈഗോ ഒക്കെ, ഞാൻ എന്ന ഭാവം എല്ലാം മാറ്റപ്പെടും. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയെ, മറ്റുള്ളവർ വളരുന്നത് കണ്ട് ആസ്വദിക്കാൻ കഴിയും. നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് നമുക്ക് സ്നേഹം തോന്നും. എൻ്റെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ മുഴുവനും എന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് അവിടെ ലഭിക്കും. നമുക്കൊരു ജീവിതത്തിനൊരു ലക്ഷ്യം വരും. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് നമ്മൾ ആശുപത്രികളിലേക്ക് ഓടുന്നതിന് പകരം നമ്മൾ സമാധാനമുള്ള സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങും.
നെഗറ്റീവാണ്. ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ എല്ലാവരും രോഗങ്ങളും ഇതും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. പകരം സന്തോഷമുള്ള സ്ഥലങ്ങളിലേക്ക്, ജീവിതം സന്തോഷിക്കണം, സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീക്കണം. പരീക്ഷണങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പരീക്ഷണങ്ങൾ എന്തുകൊണ്ട് നമ്മളെ എനർജി, ഉള്ളിലുള്ള ആത്മാവ്, റൂഹ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള പരീക്ഷണമാണ് ജീവിതം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മറ്റ് നമ്മളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് എല്ലാം അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. അതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾ മാറ്റണം എന്നുള്ളൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ മാറ്റുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളെയും ഓവർടേക്ക് ചെയ്യുവാനും ജീവിതം സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റുവാനും കഴിയും എന്ന് ഒരുപാട് കുടുംബങ്ങളുടെ, ഒരുപാട് വ്യക്തികളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമയമില്ല. നാളെയും ഇതേ സമയം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുൽ ഖൈറൻ ഔ ലിയസ്മുത്, നിങ്ങൾ നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു വാക്കുണ്ട്, ഹദീസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് നാളെ ഞാൻ പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കയറ. 10 മണിക്ക് തന്നെയാണ് നാളെയും. ഓക്കെ, ഇന്ന് ക്ലോസ് ചെയ്യാണ്. മാം 11 മണിക്കുള്ള ഇതിന്റെ ലിങ്ക് ഏതാ? എന്താണ് 11 മണിക്കുള്ള ഇതിന്റെ ലിങ്ക് ഏതാണ്? അത് ലൈവാണ്. അത് ഞാന് 10 ദിവസത്തെ മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് ലൈവില്. അത് യൂട്യൂബിൽ വരും ഇപ്പോ. എത്ര ദിവസമായി തുടങ്ങിയിട്ടെ? അത് 5-ാമത്തെ ദിവസമാണ്. ഓക്കെ, 5അല്ല, 4-ാമത്തെ ദിവസം. 4 ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ പാത്ത് ടു ഹെവൻ ഈസ് ലൈവ് എന്ന് നിങ്ങളെ ഫോണിൽ കാണിക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതിലേക്ക് കയറാം. ഓക്കെ ഓക്കെ, താങ്ക് യു.